friends, welcome back to my channel. This is Miri. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു സോഡ ക്യാപ്പൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടിയിട്ട് എല്ലാ സോഡ ബോട്ടിൽ ക്യാപ്സിന്റെയും നടുക്കായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതിന് കളർ കൊടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോൻ്റെ ടയറിൽ അടിച്ചതിൻ്റെ ബാക്കി പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്രിലിക് കളേഴ്സ് യൂസ് ചെയ്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാൻ വേണമെങ്കിൽ ഡബിൾ ഷെയ്ഡായിട്ടോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ രണ്ട് വശം പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു പാത്രത്തിൻ്റെ ഇത്രയും വലിയൊരു അടപ്പ് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഒന്നും ചുറ്റുമായിട്ടൊരു 6 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ഇതുപോലെ നമ്മൾ അതിനകത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു നൂലെടുക്കുകയാണ്. അതിൻ്റെ ആവശ്യത്തിന് ലെങ്ത്തിലെടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു സോഡ ബോട്ടിലിൻ്റെ ക്യാപ്പ് അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്ലവർ ഹാങ്ങിങ്സ് ചെയ്ത പോലെ തന്നെ ഒരെണ്ണം ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു കെട്ടും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ തന്നെ രണ്ടാമത്തെ സോഡ ക്യാപ്പും ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ നടുക്കത്തെ ചെയിനകത്ത് ഇപ്പോൾ 4 സോഡ ക്യാപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കളർ ചെയ്തേക്കണ അടുപ്പിനകത്തിട്ട് ഇത് കണക്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അടുപ്പിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ചെയിനിലൊക്കെ നമ്മൾ 3 സോഡ ക്യാപ്പ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കെട്ടിട്ടതിന് ശേഷം നമുക്ക് ബാക്കി വന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ദേ ഇപ്പോൾ നമ്മുടെ ഹാങ്ങിങ്സ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഹാങ് ചെയ്തു. നമ്മുടെ അടുപ്പിൻ്റെ വീതി അനുസരിച്ചും പിന്നെ അതുപോലെ നമ്മുടെ സോഡ ക്യാപ്പിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഈ ഹാങ്ങിങ്സിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയ വേറെ ഒരെണ്ണമാണിത്. ഇതിപ്പോൾ ഏകദേശം 2-3 വർഷമായി കാണും കേട്ടോ ചെയ്തിട്ട്. ഇതിന് നമ്മൾ കളറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ മേളിലത്തെ അടപ്പ് അത് ഫിഷ് ടിന്നിൻ്റെ അടപ്പും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിന് മാത്രം ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ക്യാപ്സിനൊന്നും കളർ കൊടുത്തിട്ടില്ല. ഇത് കുറത്തേക്കണേൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഹോൾ ഇട്ടിട്ട് ഓരോ ത്രെഡ് ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. ഇതുപോലെ 2 സൈഡിലും നോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഓരോ ചെയിനകത്തും പല നമ്പേഴ്സിലുള്ള സോഡ ക്യാപ്പാണ് ഇട്ടേക്കണേ.